നമുക്കൊന്നൊരു ഹെയർ ബാൻഡ് അല്ലെങ്കിൽ ഹെയർ ടൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു ലൈറ്റ് കളർ യാണാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 2.5 mm നീഡിൽ, പിന്നെ ഹെയർ ടൈ അല്ലെങ്കിൽ ഹെയർ ബാൻഡ്, സ്റ്റിച്ച് മാർക്ക്, പിന്നെ സിസേഴ്സ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്ലിപ്പ് നോട്ട് ഇടണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ യാണ് ക്രോസിൽ വെച്ചിട്ട് നീഡിൽ യൂസ് ചെയ്തിട്ട് നമ്മളിതുപോലെ വലിച്ചെടുത്താൽ നമുക്കൊരു സ്ലിപ്പ് നോട്ട് കിട്ടും. നമ്മളിനി ഇതിൽ ഒരു 30 ചെയിൻസ് നമ്മൾ വർക്ക് ചെയ്യണം. നമ്മളിതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ലൂപ്പിനെയാണ് പറയുക വർക്കിംഗ് ലൂപ്പ്. ഈ വർക്കിംഗ് ലൂപ്പിൽ നിന്ന് നമ്മൾ സെക്കൻഡ് സ്റ്റിച്ചിലേക്ക് 1 2 ഇത് കണ്ടോ, രണ്ടാമത്തെ സ്റ്റിച്ചിലേക്ക് നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷേ വർക്ക് ചെയ്യാൻ പോവാണേ. നമ്മൾ ഇനി ഒരു ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്യാൻ പോണത്. ഈ സെക്കൻഡ് സ്റ്റിച്ചിലേക്കാണ് നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് യാൺ ഓവർ ചെയ്യുക, പിന്നെ സെക്കൻഡ് സ്റ്റിച്ചിലേക്ക് നമ്മൾ നീഡിലെടുക്കുക, യാണ് വലിക്കുക. അപ്പോൾ 3 ലൂപ്പ് കിട്ടും. ഈ 3 ലൂപ്പിലൂടെ നമ്മൾ എഗെയിൻ യാൺ ഓവർ ചെയ്തിട്ട് നീഡിൽ യൂസ് ചെയ്തിട്ട് യാണിനെ വലിച്ചെടുത്തു. അപ്പോൾ ഇതാണ് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. അടുത്ത 2 സ്റ്റിച്ചിലും നമ്മൾ ഡബിൾ ക്രോഷയാണ് ചെയ്യാൻ പോണത്. ഇതേപോലെ തന്നെയാണ്. ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ 3 ലൂപ്പ് കിട്ടുമെന്ന് പറഞ്ഞല്ലേ. ഇവിടെ വ്യത്യാസം ഫസ്റ്റത്തെ 2 ലൂപ്പിലൂടെയാണ് നമ്മൾ യാണിനെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ 2 ലൂപ്പുണ്ട്. ആ 2 ലൂപ്പും കൂടെ നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് എടുക്കും. ഇതുപോലെ യാൺ ഓവർ ചെയ്യുക, നീഡിൽ എടുത്തു, 3 ലൂപ്പ് കിട്ടി. ഫസ്റ്റത്തെ 2 ലൂപ്പിൽ നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് യാണിനെ എടുക്കും ഇതുപോലെ. പിന്നെ 2 ലൂപ്പും കൂടെ ഉണ്ട്. യാൺ ഓവർ ചെയ്തു, നീഡിൽ യൂസ് ചെയ്തിട്ട് യാണിനെ വലിച്ചെടുത്തു. അങ്ങനെ 2 ഡബിൾ ക്രോഷേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രിപ്പിൾ ക്രോഷേ. ട്രിപ്പിൾ ക്രോഷേയിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തു. നീഡിൽ സ്റ്റിച്ചിലൂടെ എടുത്തിട്ട് യാണ് വലിച്ചെടുത്തു. അപ്പോൾ നമുക്ക് 4 ഈ ലൂപ്സ് കിട്ടുന്നുണ്ട് ഇവിടെ. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് ഈ 4 ലൂപ്പിൽ ആദ്യത്തെ 2 ലൂപ്പിലൂടെയാണ് യാൺ ഓവർ ചെയ്തിട്ട് നീഡിലെടുക്കാൻ പോണത്. അപ്പോൾ നമുക്കിനി 3 ലൂപ്സും കൂടെ ഉണ്ട്. ഇനി അടുത്ത 2 ലൂപ്പിലൂടെയാണ് നീഡിൽ എടുക്കാൻ പോണത്. ഇനി ലാസ്റ്റ് 2 ലൂപ്പും കൂടെ ഉണ്ട്. അതിലൂടെയാണ് നമ്മൾ യാൺ എടുത്തിട്ടുള്ളത്. അങ്ങനെ 2 ട്രിപ്പിൾ ക്രോഷയാണ് നമ്മൾ ചെയ്യാൻ പോണത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു, അതുപോലെ 2 സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷേ ചെയ്തു, 2 ട്രിപ്പിൾ ക്രോഷേ ചെയ്തു, പിന്നെയും 2 ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഹാഫ് ഡബിൾ ക്രോഷയാണ്. നമ്മളിപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷയും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ഹാഫ് ഡബിൾ ക്രോഷയാണ്. ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, പിന്നെ 2 ഡബിൾ ക്രോഷേ, 2 ട്രിപ്പിൾ ക്രോഷേ, പിന്നെ 2 ഡബിൾ ക്രോഷേ, പിന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ. അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അടുത്ത 12 സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യാൻ പോണത്. നമ്മളിപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. 12 സ്റ്റിച്ചിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് വർക്ക് ചെയ്യാൻ പോണത് റൗണ്ട് 4 ആണ്. സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോണത്. ഹാഫ് ഡബിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷേ, ഇങ്ങനെ. ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെയിൻ 1 പിന്നെ സ്ലിപ്പ് സ്റ്റിച്ച്, സെയിം ചെയിനിൽ തന്നെ. ഇനി നമ്മൾ വർക്ക് ചെയ്യാൻ പോണത് ഫൗണ്ടേഷൻ ചെയിനിലാണ്. ഫൗണ്ടേഷൻ ചെയിനിലാണ് നമ്മൾ റൗണ്ട് 5 ചെയ്യാൻ പോണത്. അതിൽ സെയിം മെത്തേഡ് തന്നെ നമ്മൾ ഇത്രയും ചെയ്തില്ലേ, ഹാഫ് ഡബിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷേ, 2 ട്രിപ്പിൾ ക്രോഷേ ആൻഡ് 2 ഡബിൾ ക്രോഷേ, ലാസ്റ്റ് 1 ഹാഫ് ഡബിൾ ക്രോഷേ. സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോണത്.
നമ്മളിപ്പോൾ റൗണ്ട് 5 കംപ്ലീറ്റ് ചെയ്തു. നമുക്കൊരു ലീഫിൻ്റെ ഫോർമാറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് റൗണ്ട് 6 ആണ്. അതിൽ 12 സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യാൻ പോണത്. ലാസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് സെയിം ഫോർമാറ്റ് തന്നെയാണ് നമ്മളിവിടെയും ചെയ്യാൻ പോണത്. ഹാഫ് ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ എന്നുള്ള ഫോർമാറ്റിനെ ലാസ്റ്റ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെയിൻ 1 ചെയ്യുക, യാൺ കട്ട് ചെയ്യുക, യാൺ ഹൈഡ് ചെയ്യുക നീഡിൽ യൂസ് ചെയ്തിട്ട്. നമ്മളെ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിനി ചെയ്യാൻ പോണത് ഈ ചെയ്തൊരു വർക്ക് ഹെയർ ടൈ അല്ലെങ്കിൽ ഹെയർ ബാൻഡിൽ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്.